ചില ആളുകൾ പള്ളിയിലിരുന്ന് ആ പുറത്തേക്ക് പോവാതെ പള്ളിയിലിരിക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്, ജോലിക്ക് പോകുന്നില്ലേ? അവർ പറഞ്ഞു, നഹ്നു മുതവക്കിലൂൻ, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കലാക്കിയവരാണ്, അതുകൊണ്ട് റിസ്ക് അള്ളാഹു നൽകിക്കോളും, അതുകൊണ്ട് ജോലിക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഖൂദു അഹദുക്കും അനിർ റിസ്ഖി ഫയഖൂലു അല്ലാഹുമ്മ ർസുഖ്നി ഫഇന്നഹു ഖദ് അലിമ അന്ന അസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരാളും തന്നെ ജോലിക്ക് പോവാതെ മടിയന്മാരായി ദുആയിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. കാരണം നിങ്ങൾക്കറിയാം, ആകാശം സ്വർണമോ വെള്ളിയോ മഴയായി പെയ്യിപ്പിക്കുന്നില്ല. സ്വർണവും വെള്ളിയും മഴയായി പെയ്യുകയില്ല. കറൻസി മഴയായി പെയ്യുകയില്ല. അധ്വാനിച്ചാലേ കറൻസി ഉണ്ടാകൂ, അധ്വാനിച്ചാലേ സ്വർണമുണ്ടാകൂ, അധ്വാനിച്ചാലേ വെള്ളി ഉണ്ടാകൂ, അധ്വാനിച്ചാലേ ഉപജീവനം നടക്കുള്ളൂ. അതുകൊണ്ട് പ്രവർത്തിക്കൂ, ചടഞ്ഞിരിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതല്ലേ, ഫൈദാ ഖുദിയത്തിസ് സ്വലാഹ് ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളിലില്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വ്യാപിക്കണം, അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് അന്വേഷിക്കുകയും തേടുകയും ചെയ്യണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖി. ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കാതെ സഞ്ചരിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ച ഉപജീവനത്തിൽ നിന്ന് തേടുകയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പിശാച് അവരുടെ പിരടിയിൽ 3 കെട്ടുകൾ കെട്ടുന്നുണ്ട്. രാവിലെ അവൻ എഴുന്നേറ്റ് അള്ളാഹുവിനെ ഓർത്താൽ അതിൽ നിന്ന് ഒരു കെട്ട് കഴിഞ്ഞു പോകും. വുളു എടുത്താൽ 2ാമത്തെ കെട്ട് കഴിഞ്ഞു പോകും. നമസ്കരിച്ചാൽ 3ാമത്തതും അഴിഞ്ഞു പോകും. അങ്ങനെ ആ ദിവസം ആ വ്യക്തി അസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, അന്ന് ഉന്മേഷവാനായിരിക്കും. ത്വയ്യിബുൻ നഫ്സ്, നല്ലൊരു നഫ്സ് ഉണ്ടാകും. ഏത് കാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്തൊരവസ്ഥയായിരിക്കും. എന്നാൽ ആരാണോ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നത്, അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, അവൻ അന്നേ ദിവസം മടിയനായിരിക്കും. അവൻ്റെ നഫ്സ് ഖബീസായിരിക്കും, മോശമായ ഖബീസായ ഒരു നഫ്സും അലസതയും മടിയും അവനെ പിടികൂടും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും ആരാധനകൾ കൊണ്ട് തുടങ്ങിക്കൊണ്ടുമുള്ള ഒരു ദിവസമാണ് ഉന്മേഷത്തിൻ്റെ ദിവസം. അലസതയും മടിയുമില്ലാതെയാക്കുവാൻ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൃത്യമായി ചെയ്യണമെന്ന പോയിൻ്റ് കൂടി ആ ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധനകളുടെ കാര്യത്തിൽ ഒരിക്കലും അലസതയും മടിയും കാണിക്കാൻ പാടില്ല. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക് വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. വളരെ ശ്രദ്ധേയമായ ഉപദേശമാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മുഴുവൻ കാര്യങ്ങളിലും താല്പര്യപൂർവ്വം മുന്നിട്ടിറങ്ങണം. താല്പര്യപൂർവ്വം, ഇഹ്രിസ് എന്ന് പറഞ്ഞാൽ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരിക, അലസത കാണിക്കരുത്. അതേ സന്ദർഭത്തിൽ റബ്ബിൻ്റെ തൗഫീഖില്ലാതെ ഒന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും വേണം. വലാ തഅജിസ്, ഒരിക്കലും തോറ്റുപോകരുത്. നിങ്ങളുടെ ഒരു പരിശ്രമം ഒരിക്കൽ പരാജയപ്പെട്ടേക്കാം. പരാജയപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ തോൽവിയാണ് എന്ന് കരുതരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, വലാ തഅജിസ്, തോറ്റുകൊടുക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഹലാലാണെങ്കിൽ തോറ്റുകൊടുക്കാതെ പരിശ്രമിക്കൂ, റബ്ബിൽ തവക്കുലാക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, വിജയിക്കാൻ സാധിക്കും. ഈ ഒരു വിഷയത്തെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ആദർശമായി സ്വീകരിക്കുകയും അലസതയും മടിയും ഒഴിവാക്കി താല്പര്യപൂർവ്വം ഇഹത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുക.